ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു ഈസി മാത്സ്. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മാത്സിലെ എത്ര ടഫ് ആയിട്ടുള്ള ടോപ്പിക്കും വളരെ സിമ്പിളായി വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് മാത്സ് ആയിട്ട് മാറും. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, 9th സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ചാപ്റ്റർ നമ്പർ സിസ്റ്റത്തിലെ എക്സസൈസ് 1.1-ലെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് 6 റേഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3 and 4. അല്ലേ? എന്താ സംഭവം? 3ൻ്റെ 4ൻ്റെ ഇടയിൽ 6 റേഷണൽ നമ്പർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്നറിയോ? അതായത് ഞാൻ ഒരു വര വരച്ചു തരാം. ആ വര കണ്ടാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഇപ്പോൾ 3ൻ്റെയും ഇത് 3 ആണ്, 4 ആണ് അല്ലേ? ഇതിനിടയിൽ 6 റേഷണൽ നമ്പർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇതിനിടയിൽ എവിടെയാണ് 6 റേഷണൽ നമ്പർ ഉള്ളത്? ഒന്നും കാണുന്നില്ലല്ലോ അല്ലേ? അപ്പോൾ എന്താ ചെയ്യുക? എന്ത് ചെയ്യും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതിന് നമുക്ക് ജസ്റ്റ് 3നെ 3/1 എഴുതി കൂടെ? 3/1. 4നെ 4/1 അതല്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. 3/1 × 4/1 ഇടയിൽ ഏതെങ്കിലും റേഷണൽ നമ്പർ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? നമുക്ക് വീണ്ടും ഇതിനെ മാറ്റി എഴുതി കൂടെ? 3നെ നമുക്ക് 3/1 നമുക്ക് 3 × 10, ഇതിന് നമുക്ക് 1 × 10 എഴുതാം. ഓക്കെ. ഇത് നമുക്ക് 4/1 4 × 10, 1ന് 1 × 10. അപ്പോൾ ഇതെന്തായെന്ന് അറിയോ? 3 × 10 എന്ന് പറഞ്ഞാൽ 30/10. 3 × 10 30, 1 × 10 10. ഇനി അടുത്തത് 4 × 10 40, അതുപോലെ 1 × 10 10. ഓക്കെ. ഇപ്പോൾ എന്തായി? ഇപ്പോൾ ഇതിനിടയിൽ നമുക്ക് എത്ര നമ്പർ കിട്ടി? ഇഷ്ടംപോലെ നമ്പർ ഉണ്ട് അല്ലേ? ഏതൊക്കെ നമ്പർ ഉണ്ട്? 31/10 ഉണ്ട്, പിന്നെ 32/10, 33/10, ഇഷ്ടംപോലെ നമ്പർ കിട്ടിയല്ലേ? അപ്പോൾ നമുക്ക് 6 നമ്പർ കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ നമ്മളൊന്നും ഇല്ല വിചാരിക്കും, പക്ഷേ നമുക്ക് ഇഷ്ടംപോലെ നമ്പർ. ഇതിന് വേറെയും മെത്തേഡ് ഉണ്ട് കേട്ടോ. അതേതാ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 6 നമ്പറല്ലേ വേണ്ടു. അപ്പോൾ നമുക്ക് 3/1 നമുക്ക് എന്ത് ചെയ്യുക? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3/1 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. അപ്പം എത്ര കിട്ടും? 21/7 കിട്ടും അല്ലേ? ഇനി 4/1 നമുക്ക് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 28/7 കിട്ടും അല്ലേ? അപ്പോൾ 21/7ൻ്റെയും 28/7ൻ്റെയും ഇടയിൽ നമുക്ക് ഇഷ്ടംപോലെ നമ്പർ 6 നമ്പർ കൃത്യമായിട്ട് കിട്ടും. 22/7, 23/7, 24/7, അങ്ങനെ 27/7 വരെ കിട്ടും അല്ലേ? 6 നമ്പർ കിട്ടും. അപ്പോൾ നമുക്ക് എക്സാക്ട്ലി 6 നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ മേലെയും താഴെയും നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതെന്താ 7 എന്ന് പറഞ്ഞാൽ? ഇവിടെ നമുക്ക് 6 നമ്പറല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് കിട്ടും? നമ്മുടെ ആൻസർ കിട്ടും. അപ്പോൾ ഏതാണ് ഈസിയസ്റ്റ് വേ അത് നോക്കിയിട്ട് എടുക്കാം. നമ്മളിവിടെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? അപ്പോൾ 3 ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം എന്ത്? 3 ഈക്വൽ ടു എത്രയാണ്? 21/7 അല്ലേ? ഇനി 4 ഈസ് ഈക്വൽ ടു ഏത് നമ്പർ ബൈ 7 ആണ് 4? 28/7. എന്താണ് ഈ 7 എന്ന് മനസ്സിലായില്ലേ? 6 നമ്പറാണ് നമുക്ക് കിട്ടേണ്ടത്. 6 നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ ഡിനോമിനേറ്ററിൽ 7 എടുക്കണം. ഇനി നമുക്ക് 7 നമ്പറായിരുന്നു കിട്ടണമെങ്കിൽ ഡിനോമിനേറ്ററിൽ 8 എടുക്കണം. അപ്പോൾ ഈ ഡിനോമിനേറ്ററിൽ 7 വരണമെങ്കിൽ നമുക്ക് 3 ആൻസർ കിട്ടണ്ടേ? 21/7 ആണ് എത്ര? 3. 28/7 ആണ് എത്ര? 4. ഓക്കെ. ഇനി ഇതിനിടയിലുള്ള 6 rational numbers are 22/7, 23/7,
24/7, 25/7, 26/7, 27/7. 6 റേഷണൽ നമ്പർ കിട്ടിയില്ലേ? ഇത് നമുക്ക് രണ്ട് മെത്തേഡും യൂസ് ചെയ്യാം. ഈ മെത്തേഡ് മാത്രമല്ല, നമ്മൾ 3നും 4നും നമുക്ക് എന്തായിട്ട് ഏതാണെന്നറിയോ? ആ രണ്ടാമത്തെ മെത്തേഡാണ്. ഇത് ഒന്നാമത്തെ മെത്തേഡ് ഇഷ്ടപ്പെടാത്തവർക്ക് ഈ രണ്ടാമത്തെ മെത്തേഡ് യൂസ് ചെയ്യാം. 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 30/10. 4 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 40/10. അതായത് 3 എന്ന് പറഞ്ഞാൽ 3/1 ആണ്. 3 × 10 30, 3 × 10 30, 1 × 10 10, 4 × 10 40, 1 × 10 10. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു വ്യത്യാസമില്ല. അപ്പോൾ നമുക്കിതിനിടയിൽ 6 rational numbers are 31/10, 32/10, 33/10, 34/10, 35/10, 36/10. 6 നമ്പർ കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് മുകളിലും കിട്ടി, ഈ മെത്തേഡിൽ നമുക്ക് ആൻസർ കിട്ടി. ഈ മെത്തേഡിൽ എത്ര കിട്ടിയ? 22/7, 23/7, 24/7 അങ്ങനെ കിട്ടി അല്ലേ? ആക്ച്വലി ഈ നമ്പേഴ്സ് ഉണ്ടല്ലോ, ഈ നമ്പേഴ്സ് വരുന്നത് 3ൻ്റെയും 4ൻ്റെയും ഇടയിലുള്ള നമ്പറായത് കേട്ടോ. 3ൻ്റെയും 4ൻ്റെ ഇടയിൽ നമ്പറാണ്. നമ്മൾ 22/7 എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ? ഏകദേശം 3.1 അങ്ങനെ കിട്ടുക. 23/7 എന്ന് പറഞ്ഞാൽ 3.12 അങ്ങനെ കിട്ടുക. ഓക്കെ, അതേപോലെ ഈ നമ്പേഴ്സ് നമ്മളിപ്പോൾ രണ്ടാമത് കണ്ടുപിടിച്ച ഈ ആൻസറും സെയിം തന്നെയാണ്. 3ൻ്റെയും 4ൻ്റെയും ഇടയിൽ വരിക. 31/10 എന്ന് പറഞ്ഞാൽ 3.1, 32/10 എന്ന് പറഞ്ഞാൽ 3.2, 33/10 എന്ന് പറഞ്ഞാൽ 3.3. ഓക്കെ, ഇതെല്ലാം 3ൻ്റെയും 4ൻ്റെ ഇടയിൽ വരുന്നത്. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായി ആണ്. ഇങ്ങനെ രണ്ട് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ? ഒന്നുകിൽ നമുക്ക് ഈ 3നെ 30/10 എന്നുള്ള ഫോമിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 21/7 എന്നുള്ള ഫോമിലേക്ക് മാറ്റാം. രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. കൃത്യമായിട്ട് 6 നമ്പർ കിട്ടണമെങ്കിൽ എത്ര നമ്പറാണോ ഇവിടെ തന്നിട്ടുള്ളത്, അതിനേക്കാൾ 1 കൂട്ടിയിട്ട് ഡിനോമിനേറ്റർ എടുക്കുക. ഇനി നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അതിനൊരു 6 നമ്പർ ആയതുകൊണ്ട് 10ൻ്റെ ഉള്ളിൽ വരും. അപ്പോൾ ഇവിടെ 10 കൊടുത്താലും നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, 10 കൊടുത്താൽ നമുക്ക് 9 നമ്പർ കിട്ടും. 7 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6 നമ്പർ കൃത്യമായി കിട്ടും. അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായില്ലേ? എന്തൊക്കെ സംശയമുണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനുമായി കാണാം.